വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രിഞ്ചാൾ ഫ്രൈ നമുക്ക് എങ്ങനെ ചെയ്തിരിക്കണേന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു മീഡിയം സൈസ് വഴുതനങ്ങ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിന് വേണ്ടിയിട്ടുള്ള മസാല നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഒരു മിക്സിംഗ് ബൗൾ എടുക്കുക. അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ അരച്ച് വെച്ചിരിക്കുന്നതൊന്ന് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കത്തിരിക്ക ഫ്രൈ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പത്തിനോ ഇടിയപ്പത്തിനോ എടുക്കുന്ന അരിപ്പൊടി 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലൂസുമല്ല ഒരുപാട് തിക്കുമല്ലാത്ത കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് കിട്ടേണ്ടത്. ഇത് തിക്കാവുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നമുക്കിത് ഒന്ന് ലൂസാക്കി എടുക്കാം. നമ്മുടെ ഗ്രേവി ഇതേപോലെ കിട്ടണം. ഒരുപാട് ലൂസുമല്ല ഒരുപാട് തിക്കുമല്ലാത്ത കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രിഞ്ചാൾ ഇതിനകത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇവിടെ അരമണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു പാൻ വെച്ച് കൊടുക്കാം. പാനിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴായിരിക്കും ഇതിന് ടേസ്റ്റ് കൂടുന്നത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ ബ്രിഞ്ചാളും ഇതിനകത്തോട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടുമ്പോഴത്തേനും ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ബ്രിഞ്ചാൾ ഫ്രൈക്ക് കുറച്ചുകൂടെ ഒരു ഫ്ലേവർ കിട്ടും. ഈ പെരിഞ്ചീരകം എല്ലായിടത്തും എത്തത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രിഞ്ചാൾ ഫ്രൈ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ല ഈസി പീസ് റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.